ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ മൂർച്ചയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് കൂട്ടിയെടുക്കാനുള്ള ട്രിക്കുകളും അതേപോലെ തന്നെ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്രികയും അതേപോലെ കത്തിയൊക്കെ മൂർച്ച പോയിട്ടുണ്ടെങ്കിൽ മൂർച്ച വെക്കാനുള്ള ട്രിക്കൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതേപോലെ തുണി കട്ട് ചെയ്യുന്ന കത്രികയും നമ്മൾ മൂർച്ച വെപ്പിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കത്രികയിലും കത്തിയിലൊക്കെ വരുന്ന തുരുമ്പൊക്കെ പോകാനുള്ള ട്രിക്കും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ തുണിയൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന കത്രികയാണ് ഒന്ന് മൂർച്ച വെപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് ഇത് മുറിഞ്ഞ് കിട്ടാറുള്ളൂ, എല്ലാ ഭാഗത്തും മൂർച്ചയില്ല. അപ്പോൾ മൂർച്ച കുറച്ച് പോയിട്ടുള്ള കത്രികയാണ്. അപ്പോൾ നമ്മുടെ പഴയ കത്രികയൊക്കെ മൂർച്ചയില്ലാത്ത അത്ര പഴകിയ കത്രികയും കത്തിയൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ മൂർച്ച കൂട്ടിയെടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മൂർച്ച കൂട്ടിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സാൻഡ് പേപ്പറാണ്. നമ്മൾ പെയിൻറ്റിങ്ങിനും നമ്മുടെ ജനൽ കമ്പിയൊക്കെ ഉരച്ച് അതിൻ്റെ തുരുമ്പൊക്കെ പോക്കാൻ വേണ്ടിയിട്ട് ഉരച്ചെടുക്കുന്ന ആ ഒരു പേപ്പറാണ്. അപ്പോൾ ഈ ഒരു പേപ്പറിൻ്റെ ഒരു ചെറിയൊരു പീസാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു സാൻഡ് പേപ്പർ ചെറിയൊരു പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സൈസിലുള്ള സാൻഡ് പേപ്പറാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സ്കെയിലാണ്. ഇനി സ്കെയിലിൻ്റെ ചുറ്റും നമ്മൾ ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ സ്കെയിൽ ഇതേപോലത്തെ സ്റ്റീലിൻ്റെ സ്കെയിൽ ഇല്ലെങ്കിൽ നമുക്ക് അധികം മൂർച്ചയില്ലാത്തൊരു കത്തിയുടെ മേലെ ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുത്താലും മതി. എന്നിട്ട് ഇങ്ങനെ ടൈറ്റാക്കിയിട്ടൊന്ന് പിടിച്ചാൽ മതി. പിന്നെ കുറച്ച് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കത്രിക മൂർച്ച വെപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കത്രികയുടെ ഈ ഒരു സൈഡിൽ കൂടി മാത്രമേ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഉരച്ച് കൊടുക്കാനോ ഒന്നും പാടില്ല. അപ്പോൾ കത്രികയുടെ ഈ ഒരു ഭാഗം മാത്രം കുറച്ച് വെള്ളം ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വെള്ളമാക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു സാൻഡ് പേപ്പർ സ്കെയിലൊന്ന് നന്നായിട്ടൊന്ന് ചുറ്റിയെടുത്തിട്ട് ടൈറ്റാക്കി പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ നമ്മുടെ കത്രികയുടെ മൂർച്ചം കൂടും. അതേപോലെ തന്നെ ആ ഒരു ഭാഗത്ത് തുരുമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് തന്നെ ഇളകി പോവുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ തീരെ മൂർച്ചയില്ലാത്ത കത്രികയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ 2-3 പീസ് വെച്ചിട്ട് കത്രികയിൽ ചുറ്റിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നന്നായിട്ട് തന്നെ മൂർച്ചം വെക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഒട്ടും മൂർച്ചയില്ലാത്ത കത്രികയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ നമുക്ക് അത് യൂസ് ആക്കാനൊക്കെ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ കത്രികയ്ക്ക് തുരുമ്പ് ഉണ്ടെങ്കിൽ ഈ 2 സൈഡിലും തുരുമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാൻഡ് പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കത്രികയുടെയും കത്തിയുടെയും ഒക്കെ തുരുമ്പ് അങ്ങനെ പോയി കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ കത്തിയും മൂർച്ചയാക്കി എടുക്കുന്നത്. 2 ഭാഗത്തും ഒരല്പം വെള്ളം തൊട്ടിട്ട് നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സാൻഡ് പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഉരച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കത്തിയും മൂർച്ചയാക്കിയെടുക്കാം. അതേപോലെ തന്നെ മീനൊക്കെ വെട്ടുന്ന കത്രികയും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ മൂർച്ചയാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ കത്രികയാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു സൈഡ് ചെരിഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ മൂർച്ചയാക്കേണ്ടത്. അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തല്ല ആക്കേണ്ടത്. അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കത്രികയും കത്തിയൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ മൂർച്ച വെപ്പിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പോൾ നമ്മൾ കറിക്കൊക്കെ അരിയുന്ന കത്തിയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ മൂർച്ച വെപ്പിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മൂർച്ച കൂടാനുള്ള ഒരു പ്രൊഡക്റ്റാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. പ്രൊമോഷനും കാര്യങ്ങളും ഒന്നുമല്ല, ഞാൻ വാങ്ങിയപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മുടെ കത്തിയൊക്കെ പെട്ടെന്ന് തന്നെ ഷാർപ്പാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ വില വെറും 40 രൂപയാണ് വരുന്നത്. MRP 50, നമുക്ക് കിട്ടുന്നത് 40 രൂപക്കാണ്. ഇത് നമ്മൾ കറിക്കൊക്കെ അരിയാൻ നേരത്ത് ഇതേപോലെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നന്നായിട്ട് തന്നെ മൂർച്ച വെച്ച് വരും. അപ്പോൾ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല യൂസ്ഫുള്ളാണ്. ഓൺലൈനായിട്ടൊന്നും വാങ്ങിയതല്ല.
നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ മൂർച്ചയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മൂർച്ച വെപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിലുള്ള ഒരു സാധനം വെച്ചിട്ട് തന്നെ മിക്സിയുടെ ജാറിൻ്റെ ആ ഒരു ബ്ലേഡിൻ്റെ മൂർച്ചയൊക്കെ വെപ്പിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുട്ടത്തോടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന മുട്ടത്തോടൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് ഒന്ന് കഴുകി എടുത്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഒരു 4-5 മുട്ടത്തോടൊക്കെ ആകുമ്പോൾ ഇതേപോലെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ മുട്ടയുടെ തോടൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ മിക്സിയുടെ ബ്ലേഡിൻ്റെ മൂർച്ചയൊക്കെ വർദ്ധിക്കും. അപ്പോൾ നമ്മുടെ മുട്ടത്തോടൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ മൂർച്ച പോയതൊക്കെ നമുക്ക് കൂട്ടിയെടുക്കാൻ കഴിയും. അതേപോലെ തന്നെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറും കൂടി ഒന്ന് ക്ലീൻ ആയിട്ട് കിട്ടും. തുരുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കറയൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ക്ലീൻ ആയിട്ട് കിട്ടും. അതേപോലെ ബ്ലേഡും കൂടി കുറച്ച് മൂർച്ചയും വെക്കും. ഇനി ഈ മുട്ടത്തോടിലേക്ക് കുറച്ച് വിം ലിക്വിഡും അതേപോലെ കുറച്ച് വെള്ളവും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറ് നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും. ഇപ്പം തുരുമ്പോ കറകളോ എന്തെങ്കിലുമൊക്കെ അധികമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ റിമൂവ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണുള്ളത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതേപോലെ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.